നമ്മളിപ്പോൾ ഇന്ന് അനിയൻ്റെ ഒപ്പം നമ്മളിന്ന് എറണാകുളം വരെ പോവാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അനിയൻ വെക്കേഷൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോൾ നമ്മളൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. ആക്ച്വലി നമ്മളിന്ന് ബസ്സിനാണ് ഗൈസ് പോണത്. അവൻ വണ്ടി ട്രിവാൻഡ്രത്ത് വെച്ചുകൊണ്ട് നൈസായിട്ട് പെട്ട്. അപ്പം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടിട്ട് ഞാനും ഫ്രീ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ചേച്ചിനെയും വാവനെയും കാണാനായിട്ടാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ പോവാണ് കേട്ടോ. അതാണ് നമ്മുടെ അങ്കമാലി KSRTC സ്റ്റാൻഡ്. നമ്മളങ്ങനെ ആലുവയ്ക്ക് ബസ് കയറി. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് ലേറ്റായിട്ടോ. പിന്നെ അത്യാവശ്യം ബ്ലോക്കും കിട്ടി. അങ്ങനെ കുറച്ച് പട്ടിഷോക്കെ കാണിച്ച് നമ്മൾ പാട്ടൊക്കെ കേട്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പോയി. ഇവിടെ നമ്മൾ ബൈപ്പാസിലാട്ടോ ഇറങ്ങിയത്. അങ്ങനെ മെട്രോ വഴിയിട്ട് നമ്മുടെ ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ടാണ് പോണത്. എനിക്ക് ഈ മെട്രോയുടെ സ്റ്റേഷൻസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മുടെ ആലുവയാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് ടൈമൊക്കെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിതേ ഇവിടുന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി. അതാട്ടോ നമ്മുടെ ആലുവ മണപ്പുറം വഴിയാട്ടോ. അതാ ഇന്ന് നമ്മൾ ഇവിടെ തോപ്പുംപടി ബസ്സാട്ടോ കയറിയേക്കണത്. നമ്മൾ പോണത് എൻ്റെ പപ്പയുടെ അനീതിയുടെ മോളെ കാണാനായിട്ടാണ്. അതായത് എൻ്റെ സജൻ ചേച്ചിനെ കാണാനായിട്ടാണ്. ചേച്ചിനെ കാണുന്നതിനേക്കാളും കൂടുതൽ ചേച്ചിക്ക് വാവയുണ്ട്. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോണത്. അങ്ങനെ കളമശ്ശേരി എത്തി. ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് കിട്ടണ ഒരു സ്ഥലം. ഈ റൂട്ടിൽ പോണവർക്കറിയാം ഇവിടെ ഹെവി ട്രാഫിക്കാണ്. അങ്ങനെ ബ്ലോക്ക് കിട്ടുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഞാനും അനിയനും കൂടിയിട്ട് ഈ ബ്ലോക്കിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയാമായിരുന്നു കേട്ടോ. അവനിവിടെ ട്രിവാൻഡ്രം ആണല്ലോ. ഞാനും കുറച്ച് നാൾ ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു. അവിടെ പക്ഷേ ഓഫീസ് ടൈമിലാണ് കേട്ടോ നല്ല ബ്ലോക്ക് കിട്ടണത്. ഇവിടെ അങ്ങനെയില്ല. കൊച്ചിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയേർഡായിട്ടോ. ഇവനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ മെയിനായിട്ട് കുറ്റും പറിച്ചവർന്ന് പോകുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടോ അവനെ കണ്ടിട്ട്. നമ്മൾ വീട്ടിൽ കയറിയപ്പോൾ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. ആൻറ്റീനെ എല്ലാവരെയും കണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കാണുമെന്ന് പറഞ്ഞിട്ടേ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആളിവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ജോളി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഡാൻസൊക്കെ കളിച്ച് കാണിച്ചു തരുന്നതാണ് കാണണേ. ഇത് നമ്മുടെ പട്ടംപുറത്തിൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇത് കാണുന്നേ. കുറേ നാളുകളെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ സൈഡിലൊന്നും അങ്ങനെ കാണാറില്ലാത്തൊരു കാഴ്ചയാണിത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഭയങ്കര ഞൊസ്റ്റു അടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമ്മളിന്ന് ആക്ച്വലി പ്ലാൻ ചെയ്തേക്കണത് ജസ്റ്റ് ഞങ്ങൾ 3 പേരും പിന്നെ വാവനെയും കൂട്ടിച്ച് ഇവിടെ ഫോർട്ട് കൊച്ചി വരെ പോകാനായിട്ടോ. അങ്ങനെ നമ്മളത്തേക്ക് ഓട്ടോ കയറി. അവരവിടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നൈസായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി ഫോർട്ട് കൊച്ചിയിലോട്ട്. ബാബ വണ്ടിയുടെ കാറ്റൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ നല്ല സെറ്റായിട്ട് ഉറങ്ങിപ്പോയി. നമുക്ക് ടൈം ഭയങ്കര കുറച്ചുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ടാട്ടോ നമ്മൾ ഫോർട്ട് കൊച്ചി പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. അവിടെ കുറേ ഷോപ്സും ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബാബ ഉറങ്ങിയോണ്ടിട്ട് ഞാൻ ബാബേനെ എടുത്തു. ഉറങ്ങിയത് കൊണ്ടിട്ടാട്ടോ. അല്ലെങ്കിൽ അവൻ്റെ അമ്മേനെ തന്നെ വേണം. ശരിക്കും ഇതിൽ ഒരാൾ മിസ്സിങ് ആണ്. ഞങ്ങളുടെ ഗൽനേച്ചി, ഞാൻ, സജനേച്ചി, ഗൽനേച്ചി, ഞങ്ങളാണ് ആ മൂവർ സംഘം. ചെറുപ്പത്തിലെ പാവന്മാരൊക്കെ എടുക്കാനായിട്ട് അടിയായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഇപ്പോൾ അവർക്ക് പാവന്മാരായി. ഞങ്ങളിങ്ങനെ തറവാട്ടിൽ പള്ളിപ്പെരുന്നാളും കുഞ്ഞിലും ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാറുന്നേ. ഞങ്ങളുടെ തറവാട് നമ്മുടെ ഇവിടെ ആയിത്തുവടിയിലാണ്. നമ്മുടെ കോടനാടൊക്കെ ഇല്ലേ അതിനൊക്കെ അടുത്തായിട്ട്. അങ്ങനെ പപ്പയുടെ വീട്ടിൽ 8 മക്കളാണുള്ളത്. അപ്പോൾ പള്ളിപ്പെരുന്നാളിന് മക്കളും പേരമക്കളും എല്ലാവരും കൂടിയിട്ടൊരു ആഘോഷമായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ എല്ലാവരും അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോവായിരുന്നേ. നമുക്കിതേ വൈകിട്ടൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വാവേനെ അവൻ്റെ കൈ കൊടുത്തിട്ടോ. പിന്നെ നമ്മളിതേ അവിടെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കാൻ കയറി കേട്ടോ.
പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ നടന്നു. പക്ഷെ അതൊക്കെ കഴിച്ചിട്ട് നമുക്കങ്ങനെ വിശപ്പ് മാറുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മളിതേ അവിടെ പിസ്സ ഹട്ടിൽ കയറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അവനവിടെ ചേച്ചിയുടെ അടുത്ത് എന്തൊക്കെയോ കാര്യമായിട്ടിരുന്ന് കത്തിയടിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാവയ്ക്ക് നമ്മൾ ചെറിയൊരു ബൈറ്റൊക്കെ കൊടുത്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം എന്ത് ക്യൂട്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കി. ഞം ഞം ഞം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വാവ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാവയ്ക്കൊരു പമ്പരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ലാസ്റ്റ് പിന്നെ അത് അവൻ്റെ കയ്യിലായിപ്പോയത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടർ മെട്രോ നോക്കിയായിരുന്നു കേട്ടോ. ബട്ട് അവിടെ ഒടുക്കത്തെ ക്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. ആള് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നെക്സ്റ്റ് ഔട്ടിങ്ങൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാട്ടോ പോകുന്നത്. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാറായപ്പോൾ ആളെ കരച്ചിലായി. അങ്ങനെ ചേച്ചിനൊക്കെ പറഞ്ഞു വിട്ടിട്ട് ആലുവയ്ക്കുള്ള ബസ് കയറി. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയതുകൊണ്ടിട്ട് അതല്ലാതെയും ഇവിടെ നമുക്ക് ബ്ലോക്ക് കിട്ടി. അങ്ങനെ കുറച്ച് ടൈം ലേറ്റ് ആയിട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ എറണാകുളത്ത് നമ്മളങ്ങനെ ആലുവയിൽ നിന്ന് ബസ്സൊക്കെ കയറി നമ്മുടെ എയർപോർട്ട് റോഡാട്ടോ അത്. അങ്ങനെ നമ്മളിവിടെ അത്താണിയിലെത്തി, വീട്ടിലെത്തി. നല്ല രീതിയിൽ തന്നെ ടയേർഡായി. അപ്പോൾ നമ്മളിനി കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.